ആഹാ, ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള കപ്പയും ഗോതമ്പും നെല്ലും ഒക്കെ ആയി. ഹലോ ആരോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഹലോ, മേ കമ്മിങ് മൂഷു? ഹൗ ആർ യു? ഹായ്, ചങ്ങാതി സ്റ്റാൻലി. യെസ് മൂഷു, തന്റെ ഹൗസിലേക്ക് ഒന്ന് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇന്നാണ് ടൈം കിട്ടിയത്. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ പട്ടണത്തിലെ വിശേഷങ്ങളൊക്കെ പറയൂ. ഓ, പരമസുഖമാടോ. അതൊക്കെ പോട്ടെ, തന്റെ വിശേഷങ്ങൾ പറയൂ. സുഖം തന്നെ. ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരുടെയും ഒരു ശല്യവുമില്ല. ഓ, ഭയങ്കര വിശപ്പും ദാഹവും. തിന്നാൻ എന്തെങ്കിലും എടുക്ക്. തിന്നാൻ ഗോതമ്പും കുടിക്കാൻ ബാർലി വെള്ളവും ഉണ്ട്. എടുക്കട്ടെ? ബാറിലെ വെള്ളമോ? എന്നാ പിന്നെ അതാദ്യം എടുക്ക്. അയ്യേ, ബാറിലെ വെള്ളമല്ല, ബാർലി വെള്ളം. ഒരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. ഓ, ഒരു രുചിയുമില്ല. സത്യം പറഞ്ഞാൽ ഈ വെള്ളം എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ തിന്നാൻ എടുക്കട്ടെ ചങ്ങാതിക്ക്? ഗോതമ്പ് വേണോ, അതോ നെല്ല് വേണോ, അതോ കപ്പ വേണോ? എനിക്കത് മൂന്നും വേണം. എന്നതായിരിക്കുന്നു. ഇഷ്ടം പോലെ എടുത്ത് കഴിച്ചു. കൊള്ളാം. ഇവന്റെ ആക്രാന്തം കണ്ടിട്ട് ഇത് മുഴുവൻ ഒറ്റയടിക്ക് കഴിച്ചു തീർക്കുമെന്ന് തോന്നുന്നല്ലോ. പട്ടണത്തിൽ ഇവൻ പട്ടിണിയിലായിരുന്നു. എന്താടേ എന്താടേ, മതിയാക്കിയോ? ഓ മതിയേ, ഒന്നിനും ഒരു രുചിയുമില്ല. ഇതൊക്കെയാണോ നീ കഴിക്കുന്നത്? ഹോ, കഷ്ടം. ഉറുമ്പുകളെക്കാൾ ദയനീയമാണ് നിന്റെ ഈ ജീവിതം. ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ ഹാപ്പിയാണ്. എന്തോന്ന് ഹാപ്പിയടോ മൂഷു? തനിക്ക് എന്റെ കൂടെ പട്ടണത്തിലേക്ക് വരാമോ? സുഖജീവിതം എന്താണെന്ന് ഞാൻ തനിക്ക് കാട്ടിത്തരാം. ആദ്യം താൻ എന്റെ കൂടെ വാ. എന്നാൽ അതൊന്ന് എനിക്കും കാണണമല്ലോ. ഞാനും നിന്നോടൊപ്പം പട്ടണത്തിലേക്ക് വരാം. എന്താ ഇത്? ഈ രാജകൊട്ടാരത്തിലാണോ ചങ്ങാതി നിന്റെ താമസം? ഇവിടെ തന്നെ. എന്താ, തനിക്ക് വിശ്വാസം വരുന്നില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ടെൽ മീ, നിനക്ക് എന്താണ് വേണ്ടത്? മാറ്റാൻ ചിക്കൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. തിന്നാൻ പറ്റുന്ന എന്തായാലും കുഴപ്പമില്ല, എടുത്തോളൂ. എന്നാൽ സംസാരിക്കാതെ, ഒട്ടും ശബ്ദമുണ്ടാക്കാതെ എൻ്റെ പിന്നാലെ പതിയെ ഇഴഞ്ഞു പോന്നോളൂ. ഈശ്വരാ, കാലും കൈയും ഉണ്ടായിട്ടും ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥ. ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. ഇഷ്ടമുള്ളത് ആവശ്യത്തിന് എടുത്തങ്ങ് വെട്ടി വിഴുങ്ങിക്കൊള്ളാം. ആരും വിളമ്പി തരില്ല. ബൊഫയാണ്, ബൊഫേ. ഹോ, ഇതുപോലെ വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എങ്കിലും ഒരു സംശയം. എന്താന്ന് സംശയം? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ചോദിക്കടോ തന്റെ സംശയം. ഇവിടെ ഈ പാത്രങ്ങളിലിരിക്കുന്ന പകുതി കടിച്ച ചിക്കൻ കാലും കുഴച്ചു മറിച്ച ബിരിയാണിയും പാതി മുറിഞ്ഞ ആപ്പിളും അതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരോ കഴിച്ചിട്ട് വെച്ചതിന്റെ ബാക്കിയാണെന്ന്. അതേടോ, ഇതൊക്കെ മനുഷ്യര് കഴിച്ചതിന്റെ ബാക്കിയാണ്.
ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത്രയധികം വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ കിട്ടുക ഒരു ഭാഗ്യം തന്നെ അല്ലേ? ഇവിടെ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും പരമസുഖമാടോ. ഓ, ചങ്ങാതിക്ക് ഇവിടെ സുഹൃത്തുക്കളും ഉണ്ടോ? പിന്നെ തനിക്ക് അവരെ കാണണോ? ഞാൻ വിളിക്കാം. തൊരപ്പണ്ണ, പെരിച്ചാഴി മാമ, ആറ്റലി, നീറ്റലി, ചുണ്ടലി, ചുമലലി, വെള്ളലി, വിറകലി, കറ്റലി, കരളി. വാടാ മക്കളെ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇത് അങ്ങ് ഗ്രാമത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു പഴയ ചങ്ങായി. പേര് മൂഷു. കൂട്ടുകാരാ, നെല്ലും ഗോതമ്പും കപ്പയും മാത്രം തിന്നുകൊണ്ട് ഗ്രാമത്തിൽ ജീവിക്കുന്ന തനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഈ പട്ടണത്തിൽ എൻ്റെ ജീവിതം അടിപൊളിയാണെന്ന്? മനസ്സിലായേ? ആട്ടവും പാട്ടും തുടങ്ങണ മക്കളെ. ചുണ്ടലി, കറ്റലി, കാരലി, മണയലി, പത്തായത്തിരലി, വെള്ളലി, വെറകലി, ആറ്റലി, നീറ്റലി, മണ്ണു തുരപ്പനലി. ചുണ്ടലി, കറ്റലി, കാരലി, മണയലി, പത്തായത്തിരലി, വെള്ളലി, വെറകലി, ആറ്റലി, നീറ്റലി, മണ്ണു തുരപ്പനലി. ഞങ്ങളുടെ ഇഷ്ടാഹാരം ഇഡ്ഡലിയാണേ, ഞങ്ങളുടെ ഇഷ്ടരാജ്യം ഇറ്റലിയാണേ, ഞങ്ങളുടെ ഇഷ്ട കളിക്കാരൻ ബ്രട്ടലിയാണേ, ഞങ്ങളുടെ ഇഷ്ട സൂപ്പർ ഹീറോ ബ്രൂസലിയാണേ. ഞങ്ങളുടെ ഇഷ്ടാഹാരം ഇറ്റലിയാണേ, ഞങ്ങളുടെ ഇഷ്ടരാജ്യം ഇറ്റലിയാണേ, ഞങ്ങളുടെ ഇഷ്ട കളിക്കാരൻ ബ്രട്ടലിയാണേ, ഞങ്ങളുടെ ഇഷ്ട സൂപ്പർ ഹീറോ ബ്രൂസലിയാണേ. മച്ചുംപുറത്ത് കറങ്ങി നടക്കുന്ന മച്ചലി ഞാനേ, സ്റ്റാൻഡിലെ തോറും അലഞ്ഞു നടക്കുന്ന സ്റ്റാൻഡലി ഞാനേ, വസ്ത്രങ്ങളെല്ലാം കറണ്ടു തിന്നുന്ന കറണ്ടലി ഞാനേ, ജെറ്റിന്റെ വേഗത്തിൽ പാഞ്ഞു കുതിക്കുന്ന ജെറ്റലി ഞാനേ, മച്ചുംപുറത്ത് കറങ്ങി നടക്കുന്ന മച്ചലി ഞാനേ, സ്റ്റാൻഡുകൾ തോറും അലഞ്ഞു നടക്കുന്ന സ്റ്റാൻഡലി ഞാനേ, വസ്ത്രങ്ങളെല്ലാം കറണ്ടു തിന്നുന്ന കറണ്ടലി ഞാനേ, ജെറ്റിന്റെ വേഗത്തിൽ പാഞ്ഞു കുതിക്കുന്ന ജെറ്റലി ഞാനേ. ഞങ്ങളെലികൾ കുടുങ്ങുന്ന പെട്ടി എലിപ്പെട്ടിയാണ്, പേടിച്ചു ഞങ്ങൾ കഴിക്കാത്ത വസ്തു എലി വിഷമാണ്, ഞങ്ങളെലികൾക്ക് പാരയാകുന്നത് എലിപ്പശയാണ്, ഞങ്ങളിൽ വ്യത്യസ്തനാം എലി കമ്പ്യൂട്ടറിൻ മൗസാണ്. ഞങ്ങളെലികൾ കുടുങ്ങുന്ന പെട്ടി എലിപ്പെട്ടിയാണ്, പേടിച്ച് ഞങ്ങൾ കഴിക്കാത്ത വസ്തു എലി വിഷമാണ്, ഞങ്ങളെലികൾക്ക് പാരയാകുന്നത് എലിപ്പശയാണ്, ഞങ്ങളിൽ വ്യത്യസ്തനാം എലി കമ്പ്യൂട്ടറിൻ മൗസാണ്. ചുണ്ടലി, കറ്റലി, കാരലി, മണയലി, പത്തായത്തിരലി, വെള്ളലി, വെറകലി, ആറ്റലി, നീറ്റലി, മണ്ണു തുരപ്പനലി. ചുണ്ടലി, കറ്റലി, കാരലി, മണയലി, പത്തായത്തിരലി, വെള്ളലി, വെറകലി, ആറ്റലി, നീറ്റലി, മണ്ണു തുരപ്പനലി. അയ്യോ അയ്യോ കൂട്ടുകാരെ, വേഗം ഒളിച്ചോ. ചങ്ങാതി, നമ്മൾ എന്തിനാ ഇവിടെ പതുങ്ങിയിരിക്കുന്നത്? വാ, നമുക്ക് കഴിക്കാം. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കടാ. അത്രമാത്രം ശ്രദ്ധയോടെ ഇരുന്നിട്ടും നമ്മുടെ കണ്ണുപെട്ട് ചെടികൾ ഇതിനകത്ത് കയറിയല്ലോ. ആ എലികളെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ കടിച്ചു കയറി തിന്നു ഞാൻ.
അവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവരെ പിടിക്കും. ഭാഗ്യം, നായ്ക്കൾ നമ്മളെ കണ്ടില്ല. ഞാൻ വല്ലാതെ ഭയന്നുപോയി. ഭയം അങ്ങനെ ഒരു സാധനം എനിക്കില്ല. എന്നാ എന്റെ കൂട്ടുകാരൊക്കെ പേടിത്തൊണ്ടന്മാരാണ്. കണ്ടില്ലേ, അവരൊക്കെ ഓടി ഒളിച്ചത്. വാ, നമുക്ക് കഴിക്കാം. ഇനി കഴിക്കണോ ചങ്ങാതി? എന്റെ വിശപ്പൊക്കെ പോയി. താൻ വാടോ. എന്നെ പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തില്ല. എന്താ, തനിക്ക് എന്നോട് അസൂയ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എന്നാ പിന്നെ മൂഷു, വേഗം ഒളിച്ചോടാ. എന്റെ അമ്മോ, കണ്ടാമ്പൂച്ചകള്! ആശാനെ, ഇതിന്റെ തേല് കയറിയിട്ടുണ്ട്. എനിക്ക് മണം കിട്ടി. എനിക്കും കിട്ടി മണം. നല്ല ചിക്കൻ ബിരിയാണിയുടെ മണം. ഇതിനകത്തെലികളുണ്ട്. ഇന്ന് ഞാൻ അവയെ പിടിക്കും. അച്ഛാ, ദേ ക്ലീനിങ് റൂമിൽ പൂച്ച കയറി. ആശാനെ, വേഗം പുറത്ത് കടന്നോ, ഇല്ലേ മുതലാളി നമ്മളെ തല്ലിക്കൊല്ലും. അയ്യോ, എടാ മൂഷുവേ, പേടിച്ച് പതുങ്ങിയിരിക്കാതെ പുറത്തു വായോ. പൂച്ചകളൊക്കെ പോയി. നീ എന്താ പേടിച്ച് വിറയ്ക്കുന്നത്? ഈ പാത്രത്തിലെ ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് കഴിക്കണ്ടേ? ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഈ സാഹചര്യത്തിൽ എനിക്കിവിടെ നിന്ന് സമാധാനത്തോടെ ഒന്നും കഴിക്കാൻ പറ്റില്ലടോ. ഇങ്ങനെ പേടിച്ചുള്ള ഈ പട്ടണ ജീവിതത്തെക്കാൾ ഭേദം സമാധാനത്തോടു കൂടിയുള്ള എൻ്റെ ഗ്രാമത്തിലെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് സ്റ്റാൻലി, ഞാൻ പോകുന്നു. വിട്ടി, നീ പൊയ്ക്കോ. ഗ്രാമത്തിലെ നെല്ലും ഗോതമ്പും നിന്ന് ജീവിക്കാനാണ് നിന്റെ വിധി. അതേ കൂട്ടുകാരെ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെക്കുന്ന നെല്ലും ഗോതമ്പും കപ്പയും കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. ഇവിടെ മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന തനിക്ക് എന്തെങ്കിലും സമാധാനമുണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ പോകുന്നു.